ആ വഴിയില്ല വണ്ടി വരത്തുള്ളു. ആള് കയറാനൊന്നുമില്ലല്ലേ? സീറ്റ് പോവും. സീറ്റ് ഞാൻ ബാഗ് എടുത്തിട്ട് സംഭവേ ഇനി ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണല്ലേ? ഏറ്റവും ഫ്രണ്ടല്ല ഞാൻ പിടിച്ചത്. എന്തിന്? ഓക്കെ 18-ാം തീയതി. 18അല്ലല്ലേ? 11. ശരി. അപ്പോൾ വണ്ടി ഞാൻ ഇവിടെ 4 മണിയായപ്പോൾ എത്തി കേട്ടോ. 4 മണിയായപ്പോൾ എത്തി. എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം 5 മണിയാകും തുറക്കണം. ഇപ്പോൾ 4:45 എന്തായാലും പോയി നോക്കാം. വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോകണം. ലൈറ്റില്ലല്ലേ? നേരെ വീട് പിടിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. പിന്നെ സുലയും കുഞ്ഞിനെയും കാണാൻ പോകണം. അവരെ കൊണ്ടുവരുന്നില്ല എന്നുവെച്ചാൽ എനിക്ക് ഉടനെ തിരിച്ചു പോകണമല്ലോ. അതുകൊണ്ട് അവരെ കാണാൻ പോകണം. അത് ഞാൻ പോയി വണ്ടി എടുക്കട്ടെ. അവിടെ തുറന്നോ ഇല്ല എന്നുള്ള കാര്യം അറിയാൻ വയ്യ. ഇവിടെ വന്ന് കിടന്ന് ചെറിയ രീതിക്കൊന്ന് ഉറങ്ങി. ഇനി നേരെ സുലയും കുഞ്ഞിൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ. അവരെ കാണാൻ പോവുകയാണ്. പെട്ടെന്ന് പോട്ടെ. ഇതാരായി നിൽക്കണേ? കൂത്തട് കുഞ്ഞിക്കണം. പാറുച്ചേ അച്ഛൻ വന്നേ. പാറുച്ചിൻ്റെ അടുത്ത് വന്നേ. അവക്ക് ആദ്യം എന്നെ പിടി കിട്ടിയില്ല കേട്ടോ. പാറുച്ച് മറന്ന അച്ഛനെ? അച്ഛനെ മറന്നാടി? ചുന്ദരിയേ വാ 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 ഇനി വാ 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 മക്കള് വാ. എൻ്റെ ചുന്ദരി വാ. ഓ ഇരിക്കവിടെ എവിടെ ഇരി. ഓ നമുക്ക് പോണ്ടേ? വീട്ടിൽ പോണ്ടേ? വീട്ടിൽ പോണ്ടേ മക്കളെ? നമുക്ക് പോവാം. അച്ഛൻ്റെ കൂടെ വരുമോ? അച്ഛൻ്റെ കൂടെ? അച്ഛൻ്റെ കൂടെ വരുമോടി? രുദ്ര എന്നെ മറന്നുപോയി. അവക്കിപ്പോ ഇവിടത്തെ എല്ലാരെയും അറിയാം. അവർക്ക് ഇവിടെ നിൽക്കുന്നോണ്ട് ഇപ്പം ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ഓർമ്മയുണ്ട്. അവിടെയുള്ള എല്ലാരും പറഞ്ഞു. നമ്മള് പോവോലോ, നമ്മള് വീട്ടിൽ പോവോലോ. എന്നപ്പം നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തുനിന്ന് ഞാൻ വന്നത് എണീച്ചത് ഒത്തായിരുന്നു. വണ്ടിയുടെ സൗണ്ട് കേട്ടല്ലേ? ഉറക്കത്തിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഉറക്കത്തിന്റെ വണ്ടിയുടെ സൗണ്ട് അറിയാം. ഹായ്. അപ്പോഴത്തേക്ക് സുല എനിക്കിതാ ചോറും പൊരിച്ച മീനും തോരനും സെറ്റാക്കി തന്നു കേട്ടാ കഴിക്കാനായിട്ട്. രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു. രുദ്ര അടുത്ത് കിടപ്പുണ്ട്. സുല പാചകത്തിലാണ്. ചേച്ചിയൊന്നും ഇല്ല കേട്ടോ. ചേച്ചിയൊക്കെ ഷോപ്പിൽ പോയേക്കുന്നു. തയ്യലിൻ്റെ കുറച്ച് പരിപാടിയായിട്ട് പോയിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ മുടി എന്താ ഇങ്ങനെ ഇരിക്കണേ?
തലകുളയാക്കിയാണ് എൻ്റെ മുടി ഇങ്ങനെയല്ല ഇതെല്ലാം എന്തിനാണൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് കഴിക്കട്ടെ സുഹൃത്തുക്കളെ. ഒരു കാര്യം കാണിച്ചു തരാവേ. വേണ്ടേ നമ്മളെ 6 ദിവസം കമന്ന് വീണ് കേട്ടാ. സംഭവം ഞാൻ പോയിരുന്ന സമയത്താണ് ഇവിടെ ഈ പരിപാടിയൊക്കെ നടന്നത്. ഇല്ലാതെ നമുക്ക് ഇതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാമായിരുന്നു. ഇല്ലേ പാറച്ചേ? ഹായ് പറ, ഒരു ഹായ് പറ. ഓ ഇനി അടുത്തത് ഏഴേക്കം മൂട്ടിട്ട് നീന്തക്കം അതിൻ്റെ ശ്രമത്തിലാണ് അല്ലേ ചുത്തിരെ? ചുന്തരി പെണ്ണേ കുളിക്കാൻ പോണ അച്ഛൻ്റെ ചുന്തരി കുളിക്കാൻ പോവേണ ആർച്ചേ? ഇങ്ങനെ രുത്തിര ഈ രുത്തിര പെണ്ണെ കുളിക്കാൻ പോണ നീ? എടി രുത്തിരി രുത്തിരേ രുത്തിരി കുളിക്കാൻ പോണ? ഓ കമന്ന് വീഴാത്തതിന് ഭയങ്കര വിളി കേട്ടാ തറയിൽ കിടന്ന്. ചില സമയത്ത് പുള്ളിക്കാരിയെ കൊണ്ട് കമന്ന് അങ്ങോട്ട് വീഴാൻ പറ്റുന്നില്ല. തറയിൽ കിടന്ന് തകർക്കുന്നു ആള്. അമ്മാതിരി വിളി, എവിടെ കേക്കാം ശബ്ദം. എന്തേടി പെണ്ണേ? എന്തോ എന്തടി പെണ്ണി? എന്റെ പെണ്ണി രുദ്ര ഉച്ചക്കാണ് കുളിക്കുന്നത്. എന്നിട്ട് പെണ്ണിന് ഭയങ്കര മടി കുളിക്കാൻ. വിളിച്ച രുദ്ര കുളിച്ചപ്പം രുദ്രേ കുളിച്ച? ഓ ഓ കുളിച്ച? ഓ മക്കള് കുളിച്ച? എന്റെ മുന്നോട് കുളിച്ച? ഇനി എന്തിനാണ് പരിപാടി എടുത്തത്? തലേ തുണിക്കിട്ട് അമ്മച്ചി എവിടെ പോണം? സമൂ പാട്ട് പാടിയാണ്. മറ്റേ മുരുകൻ്റെ പാട്ട് പാടി ഡാൻസ് ചെയ്താണ്. നമുക്ക് ഡാൻസ് വേണം. സമൂൻ്റെ പരമ്പിഞ്ഞാട്ട് മാറ്റി. ആ മതി, ഡാൻസ് ചെയ്യും. ഏതാണ്? ആ അതല്ല. മണ്ണമ്മയിലേറും വടിവേറും പാലും നമ്മുടെ വരവേറും ചിന്തമണിപ്പാലും എൻ്റെ കൊടുക്കാട്ട് ചിന്തമണിക്കാട്ടും നല്ല കഞ്ചരണിയാട്ടെ എൻ കവിത സുന്ദരികളെ പദര സുന്ദരിയാണ് മുദ്ര സുന്ദരി വളരെ സുന്ദരിയാക്കി. പാട്ട് പാട്ട് ഇന്ന് വേറൊരു പാട്ട് പാടുമല്ലേ? കൃഷ്ണ നീ എവിടെയാ? അതാണോ പാടിയത്? നോക്കട്ടെ. കൃഷ്ണ നീ എവിടെ? ആ അതന്നെ അതന്നെ. ചെയ്യണ ഇഞ്ഞോ ഇപ്പുറത്താ. കൃഷ്ണ നീ എവിടെ? നീ ഒരു സൂത്രം കെട്ടിയില്ലേ? നിന്നെ അവർ തള്ളിവിട്ടില്ലേ? നിനക്കര കോപം വന്നില്ലേ? അമ്മവനെ നീ ശാസിച്ചില്ലേ? എങ്കിലും ആരു ചെയ്യും കൃഷ്ണ എന്നെ ഭ്രാന്തന പോർത്താതൃതന്ത. ആരു ചെയ്യും കൃഷ്ണ അങ്ങനെ ഭ്രാന്തൻ പോർത്താതൃതന്ത. പടക്കള്ളം തന്നെ ഒരു കവിതുരൻ വന്നില്ലേ? അത്ര അറിയട്ടാ. ഫുള്ള് പഠിക്കണം കേട്ടാ. നമുക്ക് വീഡിയോ എടുക്കേ. അടിപൊളിയായിട്ട് നമ്മൾ ഫുള്ള് പഠിച്ചിട്ടൊരു വീഡിയോ ചെയ്യും കേട്ടോ. രണ്ടുപേരും വെളിയിൽ വെയിൽ കൊള്ളാൻ പോയിരിക്കുകയാണ്. ഭയങ്കര വെയിലത്തൊന്നും പോണ്ട. രണ്ടുപേരും കൂടെ വെളിയിൽ കിടന്ന് നടക്കുകയാണ്. ഇനി വാ, ഒരുപാട് വെയിലത്തൊന്നും പോണ്ട.
സുന്ദരിയേ എന്തിരി കിടന്ന് നടക്കണ വെയിലത്ത്? അമ്മ ഇത് യൂട്യൂബ് ഇടണേ അമ്മ. ഓ കുളിച്ചിട്ട് വെയിൽ കൊള്ളാൻ പോയാ? ഇങ്ങനെ വെയിൽ കൊള്ളാവോ? വെയിലുള്ള തണുപ്പല്ലേ, അവിടെ തണുത്ത് ഇറക്കിയിരുന്നു. ആഹാ ഓക്കെ, ഉച്ചയ്ക്ക് കുളിച്ചിട്ട് തണുപ്പാണ്. പരസേ കുളിച്ചോ പരസ്? ഇവിടെ വന്നിട്ട് പറ്റിയ ശീലമാണ്. ഇവിടെ വന്നിട്ട് തുടങ്ങിയ ശീലമാണ്. കുളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഒക്കെ ഇവിടെ ഞാൻ കൊണ്ട് നടന്നു. അരോടിഞ്ഞ് വീഴല്ലേ? എന്തിനാ ഹാനി? ഓക്കെ ഗോയ്സ്, ഓക്കെ ഗോയ്സ് ഒന്ന് ഓക്കെ ഗോയ്സ് ഗേയ്സും ഓക്കെ ഗൈസ്, എൻ്റെ ചേട്ടൻ അതിൽ കയറി ഇരിക്കുകയാണ്. പൊട്ടിയെങ്കിലും വീഴണേ മൂടടിച്ച് വീഴും. ഇത് കെട്ടിയത് ശരിയല്ലേ? ഈ തല പൊങ്ങ. നമ്മളെ വീട്ടിലൊരു പൊടി കുഞ്ഞിരുന്ന് ആടെയാണ് ആടി തീർന്നു. ഇത്ര പൊങ്ങണം. അയ്യോ, പിള്ളേർക്ക് ഇരിക്കാൻ വേണ്ടിയാണ് അത്ര താത്തിട്ടേക്കണത്. അല്ലെങ്കിൽ ഇതൊക്കെ ഉരുണ്ട് വീഴും. അതഴിഞ്ഞെങ്കിലും വരെയാണെങ്കിലേ പടക്കണമെന്ന് പറഞ്ഞ് താഴെ പോകും. അത് അഴിച്ചിടണേ, അഴിച്ചു വിടണേന്നത്. ഇവര് കയറി ഇരുന്ന് ഇതൊക്കെ മൂക്കൂത്തനെ വീഴും. ആണ് അത്ര താത്തിട്ടേക്കണേ. സമൂഹമാണ് ഈ ചെമ്പരത്തിയുടെ ഇടയിലാണ് പോയിരിക്കണത് ചില സമയത്ത് ആടി. സമ്മിത്തെ വലിച്ചാട്ടി ഇട്ടിട്ട് അങ്ങ് പോയി. ഈ പെണ്ണ് കറങ്ങി ചെന്ന് അതിന്റെ ഇടയിൽ ചെന്നിരിക്കും. ചിലപ്പോ ഇടിച്ചെങ്കിൽ വരും, ആ കമ്പിയിലൊക്കെ പൊത്തിരിക്കും. ഇങ്ങനെ കറങ്ങി അതിന്റെ ഇടയിൽ വന്നിരിക്കൂ. സത്യം, ഞാൻ ആലോചിച്ചത് പൊട്ടി വീഴുമെന്ന്. പൊട്ടി വീഴോ എന്തോ എന്നാണ് ആലോചിച്ചത്. അല്ല, അവിടെ ജോയിന്റ് ആണ് കേട്ടാ. ആണ്ടാ സൈഡിന് അവിടെ കെട്ടി വെച്ചിരിക്കുന്നുണ്ടാ. അന്ന് എനിക്കറിഞ്ഞൂടെ, അഴിച്ചിട്ടിട്ട് പോവും. നോക്കിയാനതില് വരുന്ന വരുന്ന നീ ഹലോ. അപ്പോൾ ഞാൻ വീടെത്തിയേട്ടാ. ഇനി ഇവിടെ വീട്ടിൽ എനിക്കിനി കുറച്ച് തുണികളൊക്കെ ഒതുക്കാനുണ്ട്. എല്ലാം റൂമെല്ലാം കച്ചറായിട്ട് കിടക്കുകയാണ്. റൂമൊക്കെ ക്ലീൻ ചെയ്യണം. കുറച്ച് തുണികളൊക്കെ കഴുകിടാണ്ട് എല്ലാം അലക്കിയിട്ടിട്ട് നാളെ രാവിലെ എനിക്കൊരു കല്യാണമുണ്ട് കേട്ടോ. കല്യാണത്തിന് പോയിട്ട് അതിന് ശേഷം പാലക്കാട്ടേക്ക് ട്രെയിൻ കയറാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൂടെ അജയ് ഉണ്ട്. അജയ് ഞാനാണ് പോകുന്നത്. നമുക്ക് ഷൂട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയുള്ള. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വന്നതിന് ശേഷമേ സുലയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ നാളെ വീണ്ടും പാലക്കാട്ടേക്ക് പോവുകയാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് വിളി വന്നിരുന്നു. അപ്പോൾ നാളെ ഷൂട്ടുണ്ടാവും. നാളെ അല്ല, മറ്റന്നാൾ ഷൂട്ടുണ്ടാവും. നാളെ അവിടെ എത്തണം. അപ്പോൾ നാളെ രാവിലെ കല്യാണത്തിന് പോയിട്ട് കല്യാണം കഴിഞ്ഞ് നേരെ പാലക്കാട്ടേക്ക്. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളെ വരാം. അതുവരെ ബൈ.